ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ. നമ്മുടെ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി നമ്മൾ ഇതിനോട് ചേർത്ത് തന്നെ ജെഇ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഒന്ന് മുൻകൂട്ടി പറഞ്ഞോട്ടെ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആയിക്കോട്ടെ, ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ രണ്ട് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ സജഷൻ. അപ്പൊ നമുക്ക് നീറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നിങ്ങൾ നോക്കിക്കുക, നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നാണ്, വൺ ഡയമെൻഷനിലെ ഗ്രാഫിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. The displacement time graph of two moving particles A and B making angle 30 degree and 45 degree with the x-axis as shown in the figure. The ratio of the respective velocity VA by VB. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കീ കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമുക്കറിയാം, ഏതൊരു ഗ്രാഫ് കിട്ടിയാലും ആ ഗ്രാഫിന്റെ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ജനറലി രണ്ട് കാര്യങ്ങളിലേക്കാണ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഗ്രാഫിക്കൽ സ്റ്റഡീസിൽ ഒന്നെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് കൺസിഡർ ചെയ്യേണ്ടി വരും, അതർവൈസ് നമ്മൾ ആ ഗ്രാഫിന്റെ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. എപ്പോഴും ഓർത്ത് വെച്ചോളുക, സ്ലോപ്പ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫില് നിങ്ങൾ സ്ലോപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂസ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നിങ്ങൾ സ്ലോപ്പ് എടുത്താൽ അത് വെലോസിറ്റിയിലേക്ക് പോകും. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷനിലേക്ക് പോകും. മറിച്ച് ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് താഴേക്കാണ് വരുന്നത്. ആ കോൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്, സിംപ്ലി അതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, എങ്ങനെയാണ് സ്ലോപ്പ് എടുക്കുന്നത് ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ടാൻ തീറ്റ മെഷർ ചെയ്യാം. ടാൻ തീറ്റ മെഷർ ചെയ്യാം. സ്ലോപ്പിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പിന്റെ ജനറൽ ഇക്വേഷൻ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്നാണ്. ഇത് ഇവിടെ നമ്മൾ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അത് ആക്ച്വലി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അത് ആക്ച്വലി ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്. അത് തന്നെയാണ് ടാൻ തീറ്റ, അത് തന്നെയാണ് സ്ലോപ്പ്. ക്ലിയർ? വളരെ വ്യക്തമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ? അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് കിട്ടും. ദാറ്റ് ഈസ് വെലോസിറ്റി. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാമല്ലോ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളോട് ചോദിച്ചത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് ബി ആണ്. സോ വെലോസിറ്റി ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഓഫ് എ കാണാൻ എന്തെടുത്താൽ മതി? വെലോസിറ്റി സ്ലോപ്പ് ആണ്. സോ എ എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കുക, ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാൻ 30 മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം വെലോസിറ്റി ഓഫ് ബി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ടാൻ 45 ഡിഗ്രി മെഷർ ചെയ്താൽ മതി അല്ലെ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ടാൻ 45 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 1. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് ബി ആണ്. വെലോസിറ്റി ഓഫ് എ 1 ബൈ √3 ആണ്. വെലോസിറ്റി ഓഫ് ബി 1 ആണ്. റേഷ്യോ വളരെ ഈസി ആയിട്ട് 1 ബൈ √3 എന്ന് കിട്ടും. ഇത്രയും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നീറ്റ് എക്സാമിന് ചോദിക്കുമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നീറ്റ് എക്സാമിന് വളരെ സിമ്പിൾ ലോജിക്കിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാം. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോയും ഏതൊരു ക്വസ്റ്റ്യനും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടെ പഠിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കണ്ടുപഠിക്കാവുന്നതാണ്. കോൺസെപ്റ്റിൽ ക്ലാരിറ്റി അടിപൊളിയായിട്ട് ഞങ്ങൾ വരുത്തി തരും. കണ്ടിന്യൂസ്ലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്. കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്.